ഒരു 3 ടൈപ്സ് ഓഫ് നറുനണ്ടി സർബത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം ലൈം സർബത്താണ് ഉണ്ടാക്കുന്നത്. അതിന് ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നറുനണ്ടി സിറപ്പ് ഒഴിച്ചു കൊടുത്തു. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് മധുരം കുറവായതുപോലെ തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് സിറപ്പും കൂടി ഒഴിക്കുന്നുണ്ട്. മധുരവും തണവൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, ആഡ് ചെയ്യാം. അതിലേക്ക് ഒരു ഐസ് ക്യൂബും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇപ്പം നമ്മുടെ ലൈം നറുനണ്ടി സർബത്ത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഉണ്ടാക്കുന്നത് സോഡ വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിച്ചു. ഒരു 2 ടേബിൾ സ്പൂണോളം നറുനണ്ടി സിറപ്പ് ഒഴിച്ചു. സോഡ ഒഴിച്ചു. ഗ്ലാസിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ഇത് ചെറിയ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തു. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ. അപ്പം നമ്മുടെ ലൈം സോഡ സർബത്ത് റെഡി ആയിട്ടുണ്ട്. അടുത്തത് മിൽക്ക് വെച്ചിട്ടുള്ളൊരു സർബത്താണ് ഉണ്ടാക്കുന്നത്. ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം സർബത്ത് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഏലക്കായയുടെ പൊടി, ഒരു ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിയല്ല, എൻ്റെ അടുത്ത് പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ സീഡ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഗ്ലാസ് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല തണുത്ത പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിൽക്ക് സർബത്തും റെഡി ആയിട്ടുണ്ട്. സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സർബത്താണ്. ഇതുപോലെ നറുനണ്ടി സിറപ്പ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സർബത്താണ്. ഈ നറുനണ്ടി സിറപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സർബത്താണിത്. എല്ലാവരും ട്രൈ ചെയ്യാം.